വിശദമായ വാർത്തകളിലേക്ക്. സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്രയ്ക്കിടെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് വൈകി എത്തിയതിൽ ദേഷ്യം പ്രകടിപ്പിച്ച കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ. ആലപ്പുഴയിൽ നടന്ന വാർത്താ സമ്മേളനത്തിനായി മാധ്യമപ്രവർത്തകർ കാത്തിരിക്കുന്നത് ചൂണ്ടിക്കാട്ടിയാണ് അസഭ്യവാക്കുകളോടെ സുധാകരൻ ദേഷ്യം പ്രകടിപ്പിച്ചത്. എന്നാൽ സംഭവം വിവാദമായിട്ടും പ്രതികരിക്കാൻ തയ്യാറാവാതിരുന്ന ഇരു നേതാക്കളും പരിപാടി പൂർത്തിയാക്കി ഒരു വാഹനത്തിലാണ് മടങ്ങിയത്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തെ തുടർന്നുണ്ടായ വിവാദങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ആലപ്പുഴയിലെയും സമാന സംഭവം. സമരാഗ്നി പ്രക്ഷോഭയാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനായി രാവിലെ 10 മണിക്കാണ് ആലപ്പുഴയിൽ വാർത്താ സമ്മേളനം വിളിച്ചത്. 10:15 കെപിസിസി പ്രസിഡന്റ് കെ സുധാകരനും മറ്റ് നേതാക്കളും എത്തി. 15 മിനിറ്റോളം പ്രതിപക്ഷ നേതാവിനായി കാത്തു. പക്ഷേ വി ഡി സതീശൻ എത്തിയില്ല. ഇതിനിടെയായിരുന്നു അക്ഷമനായുള്ള സുധാകരന്റെ ദേഷ്യപ്രകടനം. മാധ്യമപ്രവർത്തകർ മുന്നിലിരിക്കുന്നത് ചൂണ്ടിക്കാട്ടി DCC പ്രസിഡന്റ് ബി ബാബു പ്രസാദും AICC അംഗം ഷാനിമോൾ ഉസ്മാനും ഇടപെട്ടു. ഇതോടെ സുധാകരൻ ശാന്തനായി. സംഭവത്തിന് ശേഷം 15 മിനിറ്റ് കൂടി താമസിച്ചാണ് പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനത്തിനെത്തിയത്. ആലപ്പുഴയിൽ നടന്ന മറ്റൊരു പരിപാടിയുടെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തതിനാലാണ് സതീശൻ എത്താൻ വൈകിയതെന്നാണ് KPCC നൽകുന്ന വിശദീകരണം. ജനകീയ സദസ്സ് പൂർത്തിയാക്കി പുറത്തിറങ്ങിയ സുധാകരനോടും VD സതീശനോടും മാധ്യമപ്രവർത്തകർ ഇതേക്കുറിച്ച് ചോദിച്ചെങ്കിലും പ്രതികരിക്കാൻ തയ്യാറായില്ല. പിന്നീട് ഇരുവരും ഒരു വാഹനത്തിലാണ് പത്തനംതിട്ടയിലെ സമരാഗ്നി പരിപാടിക്കായി യാത്ര തിരിച്ചത്. എന്നാൽ പാർട്ടി പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഐക്യം വിളിച്ചോതുന്നതിനായി നടത്തിയ ഒരു പരിപാടിയിൽ ഇത്തരമൊരു സംഭവമുണ്ടായത് കോൺഗ്രസിനുള്ളിൽ തന്നെ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. റിപ്പോർട്ടർ, ആലപ്പുഴ.